പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മോത്സവം വേണ്ട പോലെ കൊണ്ടാടിയതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിന് ശേഷം നന്ദഗോപുര കരം അല്ലെങ്കിൽ വാടക നികുതി അടയ്ക്കാൻ വേണ്ടി കംസരാജധാനിയിലേക്ക് വരികയും അടച്ചതിന് ശേഷം വസുദേവരെ കണ്ട് ചില സംഭാഷണങ്ങൾ ചെയ്തതായിട്ടും ഇന്നലെ കാണുന്നുണ്ടായി. അങ്ങനെ വളരെ വേഗത്തിൽ നടക്കലാണല്ലോ പണ്ടൊക്കെ. തിരിച്ച് ഗോകുലത്തിലെത്തിയപ്പോഴാണ് അവിടെ പൂതനയുടെ വധം കഴിഞ്ഞ ഒരു ഘട്ടം കണ്ടുകൊണ്ടാണ് അവിടേക്ക് കയറി ചെല്ലണത്. നന്ദഗോപുരില്ലാത്തപ്പോഴാണ് അത്രേ പൂതനയുടെ വരവും വധവും ഉണ്ടായത്. അപ്പം എന്നാൽ പൂതനയുടെ വരവ്, പൂതനയുടെ വധം ഇതൊക്കെ ഒന്ന് കേൾക്കണ്ടേ, അത് പറയാം എന്നും പറഞ്ഞിട്ട് സുഖമഹർഷി സന്തോഷമായിട്ട് ഭഗവാന്റെ ലീലകളിലെ ആദ്യത്തെ ലീലയാണ് പൂതനാവധം. ശരിക്കും പൂതനാവധം എന്നല്ല, മോക്ഷം എന്നാണ് പറയുക. പനന്ദപ്പതിവചൗരേർ നമിഷേതി വിചിന്തയൻ ഹരിഞ്ചകാമശരണം ഉത്പാദാഗമശങ്കിത. വസുദേവർ പറയുകയും ചെയ്തു, ചില ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ടല്ലോ, ലക്ഷണം കേട്, ശരിയല്ലായ്മ. ഇത് കേട്ടപ്പോൾ നന്ദഗോപർക്ക് പരിഭ്രമായി. എന്താപ്പോൾ വല്ല അപകടവും പറ്റുക, എന്തോ ഒരു ദുശകുനം എന്നാണ് പറഞ്ഞത്, നല്ല ശകുനല്ലല്ലോ പറഞ്ഞത്. ഒന്നങ്ങനെ പരിഭ്രമിച്ചു കൊണ്ടത് മൃഷേതി, അത് കളവാവാനോ വെറുതെ ആവാനോ വഴിയില്ല എന്നങ്ങനെ പറഞ്ഞ ആഗമശങ്കിത, എന്തോ ഒന്ന് ഉത്പാദം എന്ന് പറഞ്ഞാൽ ഒരു അപകടം, എന്തോ ഒരു അനിഷ്ടം ശങ്കിച്ചുകൊണ്ട് അല്പം വൈക്ലഭ്യത്തോടു കൂടിയിട്ട് വേഗം നടന്നു. ഞാൻ പൂതനയുടെ വരവ് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. കംസേന പ്രഹിത ഘോര പൂതനാ ബാലകാദിനി. ബാലകാദിനിയായിരിക്കുന്ന ആ പൂതന അനവധി ശിശുക്കളെ വധിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. കാരണം ഈയിടെയായിട്ട് ജനിച്ചിട്ടുള്ള ഒരു കുട്ടി കംസൻ്റെ അന്തകനാണ് എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. കാരണം മറ്റൊരിടത്ത് ജനിച്ചിട്ടുണ്ടെന്നാണല്ലോ ദേവി പറഞ്ഞത്, യോഗമായ ദേവി പറഞ്ഞത്. അപ്പം അതിനെന്താണ് പരിഹാരം ചോദിച്ചപ്പോൾ വരുമ്പോൾ ഇപ്പം ജനിച്ച കുട്ടികളെയൊക്കെയാണ് കൊല്ലുക. അപ്പോൾ അതിൽ ഈ അങ്ങയുടെ അന്തകൻ ഉണ്ടെങ്കിൽ അതും പെടും. അപ്പോൾ ഏതാണെന്നുള്ളത് അറിയില്ലെങ്കിൽ എല്ലാ കുട്ടികളെയാണ് കൊല്ലുന്നത്. അതിനൊന്നും മടിയില്ലല്ലോ ദുഷ്ടന്മാർക്ക്, അല്ലാത്തവർക്കല്ലേ ഇപ്പം അതിനൊക്കെ മടിയുള്ളൂ. അങ്ങനെ അതിൻ്റെ ചുമതലയൊക്കെ പൂതനയെ ഏൽപ്പിച്ചു എന്ന് പറയുകയാണ്. കാരണം ഈ അമ്മ മുല കൊടുക്കുക, പ്രസവിക്കുക, അവിടേക്ക് കയറി ചെല്ലാൻ സ്ത്രീകൾക്കാണല്ലോ കുറച്ച് എളുപ്പം. പുരുഷന്മാരെക്കാട്ടിലും അടുത്ത് സ്ത്രീകൾക്കാണ് കയറി ചെല്ലാൻ എളുപ്പം എന്ന് വിചാരിച്ച് പൂതന കാര്യമായിട്ടുള്ള ചുമതലയൊക്കെ ഏറ്റെടുത്തു. മറ്റുള്ളവരും തന്നെ സഹായിക്കാനും പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും കൊന്നിട്ടുള്ള കുട്ടികളുടെ എണ്ണം, ജനിച്ചിട്ട് എത്ര ദിവസമായി എന്നത്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡീറ്റെയിൽസൊക്കെ കംസന് സമർപ്പിക്കണമെന്ന്, എത്ര കുട്ടികളെ കൊന്നു, ഇതാണ് വ്യവസ്ഥ. ഇതൊക്കെ നേരത്തെ തന്നെ ഏർപ്പാടാക്കി ചട്ടം കെട്ടി യോഗങ്ങൾ മീറ്റിങ്ങൊക്കെ കൂടി തീരുമാനിക്കപ്പെട്ടതാണ്. അങ്ങനെ അനവധി ഗ്രാമങ്ങളിൽ കയറി ഇപ്പോൾ പ്രസവിച്ചതായിട്ടുള്ള കുട്ടികളെ അറിയാൻ സൂത്രങ്ങളൊക്കെ ഉണ്ട്, അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. അങ്ങനെ വിഷം തേച്ച മുലപ്പാൽ കൊടുത്ത് ദുഷ്ടയായിരിക്കുന്ന പൂതന അനവധി കുട്ടികളെ ഇങ്ങനെ കൊല്ലുകയാണ്. പക്ഷേ എവിടേക്കൊക്കെയാണ് ഈ പൂതനയ്ക്ക് കയറി കൂടാൻ പറ്റുക? നയത്ര ശ്രവണാദീനി രക്ഷോക്നാനിസ്വകർമ്മസു കുർവന്തി സത്തതം ഭർത്തുർ യാതുധാന്യച്ച തത്ര ഹി. എവിടെ ഈശ്വര വിചാരമോ മന്ത്രജപങ്ങളോ രക്ഷാകർമ്മങ്ങളോ ചെയ്യുന്നില്ലയോ അവിടേക്ക് എത്ര ഈ രക്ഷസുകൾക്ക് കയറാൻ പറ്റൂ? അപ്പം അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ കുട്ടിക്ക് അന്തിത്തിരി ഒഴിയുക, അല്ലേ, നമഃശിവായ സന്ധ്യയ്ക്ക് ചെല്ലുക, കുരുതി ഒഴിഞ്ഞ് കളയുക, അതൊക്കെ ചെയ്യണത് നമ്മളറിയാത്ത പല ശക്തികൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. നമ്മളെ കൊണ്ട് തന്നെ ചിലത് പെട്ടെന്ന് ദേഷ്യമെടുത്ത് വലുത് പറയിപ്പിക്കണതൊക്കെ അത്തരം ശക്തികളാവാം. അയ്യോ, ഞാനിതൊന്നും പറയേണ്ടിയിരുന്നില്ല, അയാൾ അങ്ങനെ പറയുന്ന ആളല്ലല്ലോ. അപ്പം അങ്ങനെ നമുക്കുണ്ടാവും. അപ്പം മനഃശക്തി കുറഞ്ഞവർക്കും സ്ത്രീകളിലും അത്രയും രക്ഷസുകളും ബാധകളും വേഗം ബാധിക്കുക. മനഃശക്തി ഉള്ളവരെയും പുരുഷന്മാരെയും പൊതുവെ ബാധിക്കില്ല, എന്നാൽ കുട്ടികളെ വേഗം ബാധിക്കുകയും ചെയ്യും. കുട്ടികളെ വളരെ പെട്ടെന്ന് ബാധിക്കും.
അവർ ചിലപ്പോൾ നിർത്തോതെ കരയണ കാണാം. ഒരു കാരണം ഉണ്ടാവില്ല, വാശി പിടിക്കുക അങ്ങനെയുള്ള രീതിയിൽ ഈ ശക്തിയിൽ ചിലപ്പോൾ കുട്ടികൾ വാശി പിടിക്കണം. എന്തിനാനും നമുക്ക് അറിയും കൂടിയില്ല. അതേ ബുദ്ധിമുട്ടാണ്. അവരെ ആശ്വസിപ്പിച്ചൊരുത്തിയിൽ കിടത്തി ഉറങ്ങിയിട്ട് വേണ്ടേ ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ. അങ്ങനെയാണ് തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇത്തരം ശക്തികളുടെ ബാധ ആവാം എന്നാണ്. അപ്പോൾ ഇവിടെ അതിന് ഈ രക്ഷാകർമ്മങ്ങൾ ഇന്നിപ്പോൾ വല്ലതുണ്ട്. ഒക്കെ പീഡിയാട്രിസ്റ്റിനെ കാണുക. ഈ എല്ലാതും പീഡിയാട്രിസ്റ്റിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ചില ആൾക്കാരൊക്കെ കുട്ടികൾ കരഞ്ഞാൽ അല്ലെങ്കിൽ ചില വയറുന്ന അസുഖങ്ങൾ വന്നാൽ ചില ഭസ്മം ജീവിച്ചിട്ട് തലയിലാണ്ട് ഇടാണോ അവിടെ നിൽക്കണ കാണാൻ കരച്ചിൽ. ഇതിന് പീഡിയാട്രീഷ്യൻ പഠിച്ചാൽ പോരാ, അത് വേറെ ചിലതാണ് അതൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഈ കർമ്മം, ചില രക്ഷസുകൾ, ചില ബാധകൾ, ഇതൊക്കെ ഈ അന്തരീക്ഷത്തിൽ സത്യമായിട്ടും ഉള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് രക്ഷാകർമ്മങ്ങൾ ചെയ്യണത്. അപ്പോൾ അതുള്ള ദിക്കിൽ ഇവർക്ക് കയറാൻ വയ്യ, പൂതനയ്ക്ക് കയറി പോകാൻ പറ്റില്ല. എന്നെ എത്ര ശ്രവണാദീനി, അതില്ല എന്ന് കണ്ട അവിടെ കയറും. മുലപ്പാൽ കൊടുക്കുക, ആ കുട്ടിയെ വധിക്കുക. ആ ശബ്ദങ്ങളോ നല്ല കാര്യങ്ങളോ ഉണ്ടച്ചാൽ അവിടെ കയറില്ല, അത് കയറാൻ പറ്റില്ല. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു സ്ഥലത്തേക്ക് കയറി പൂതന. ശരിക്കും പറയാച്ചാൽ കൃഷ്ണാവതാരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ പ്രപോർഷനൊക്കെ വരിക അല്ലേ. തണുപ്പിൽ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി കുറച്ചേ ആളുണ്ടാവുള്ളൂ രാവിലെ. എന്നാലും അതിൻ്റെ ഉള്ള ഒരു സുഖം ഇല്ലേ, പ്രഭാതത്തിൽ പൂതനാമോക്ഷമൊക്കെ ഇങ്ങനെ ചൊല്ലി പറയുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു അനുഭവം വേറെയാണ്. വൈകുന്നേരത്തെ ഒരവസ്ഥ വേറെ, പ്രഭാതത്തിലുള്ളൊരവസ്ഥ വേറെ. അവിടേക്ക് എങ്ങനെ കയറി സാ കേജര്യേകതോപേത്യ പൂതനാനന്ദഗോകുലം യോഷിത്വാമായാത്മാനം പ്രാവിശൽ കാമചാരിണി. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സഞ്ചരിക്കാൻ കഴിവുള്ള ആകാശത്തെ കൂടിയും പോവാ. കേചരി എന്ന് പറഞ്ഞാൽ ആകാശത്ത് കൂടെ. ഇവർക്ക് ഏതിയ വേണമെങ്കിൽ വിമാനമൊന്നും വേണ്ടതാണ്. ആകാശത്ത് കൂടെ ഹൊറിസോണ്ടലായിട്ട് ഹനുമാനെ പോലെ സഞ്ചരിക്കാനുള്ള ചില കഴിവുകൾ, മന്ത്രസിദ്ധിയൊക്കെ രാക്ഷസകൾക്കും രാക്ഷസന്മാർക്കും മായി ഉണ്ടാവും. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് കൂടെ ആകാശത്ത് കൂടെ സഞ്ചരിച്ചു. മായ ആത്മാനം, നല്ല ഒരു സ്ത്രീ വേഷമാണ് സ്വീകരിച്ചു. തൻ്റെ രാക്ഷസീ വേഷമൊക്കെയാണ് ഉപേക്ഷിച്ച് ഇഷ്ടംപോലെ സഞ്ചരിക്കാൻ കഴിവുള്ള പൂതന സുന്ദരിയായിട്ട്, അതിസുന്ദരിയായിട്ട്, ഒരാൾക്ക് സംശയം തോന്നാത്ത വിധം കുലീനമായിട്ടുള്ള ഒരു സുന്ദരിയുടെ വേഷം കെട്ടി. ഇവിടെ രക്ഷാകർമ്മങ്ങൾക്കൊരു കുറവില്ല കേട്ടോ. രക്ഷാകർമ്മങ്ങളില്ലാത്ത സ്ഥലത്താണ് കയറിയെന്ന് നേരത്തെ പറഞ്ഞു. ഗോകുലത്തിൽ എന്താ രക്ഷാകർമ്മങ്ങളില്ലേ? അവിടെ അതൊക്കെ ഉണ്ട്. പക്ഷെ അവിടേക്ക് ഭഗവാൻ ഈ പൂതനയ്ക്ക് വരാനൊരു പ്രത്യേക സൗകര്യം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് അവൾക്ക് കയറാൻ പറ്റി. തനിക്കിപ്പോൾ തവളുടെ കാര്യം കഴിക്കണം, അതിന് പൂതന വന്നാലല്ലേ പറ്റുള്ളൂ. ഈ രക്ഷാകർമ്മങ്ങളുടെ സാന്നിധ്യമോ ശബ്ദമോ ഇവളുടെ ചെവിയിൽ കേൾക്കാതെ ആക്കിയിട്ടുണ്ടാവും. കങ്ങതിയോടെ നടക്കുന്നുണ്ടാവും. പക്ഷേ പൂതന അറിഞ്ഞ് അപ്പോൾ വിചാരിച്ചു ഇവിടെ അതൊന്നും ഇല്ല. അങ്ങനെ വിചാരിച്ചാലല്ലേ ഇപ്പം ഇങ്ങോട്ട് വരുത്താൻ പറ്റൂ. അതുകൊണ്ട് അതൊന്നും കേൾക്കില്ല. ഈ കാര്യങ്ങളില്ലാത്ത സ്ഥലത്ത് ഒരൊറ്റ സ്ഥലത്താണ് കയറിയത്. അത് നന്ദഗോകുലത്തിൽ. അവിടെ ഇതൊക്കെ ഉണ്ട്. എല്ലാ രക്ഷാകർമ്മങ്ങൾക്കും ഒരു കുറവുമില്ല. പക്ഷെ എന്നാലും ഭഗവാന്റെ സങ്കല്പം പ്രകാരം പൂതന അതറിയാതെ ഇല്ലാത്ത സ്ഥലമാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ കയറി ഇതൊരാണ്. ഞാനതിങ്ങനെ പറഞ്ഞേക്കും. താം കേശബന്ധവ്യതിഷിക്തമല്ലികാം മൃഗം നിദംബർത്തനകൃച്ഛ മധ്യമാം സുവാസസം കമ്പിതകർണഭൂഷണത്തിഷൊല്ലതകുന്തളമണ്ഡിതാനനാം. തലമുടിയൊക്കെ നല്ലപോലെ കെട്ടിയൊതുക്കി, മുല്ലപ്പൂവൊക്കെ ചൂടി, മനോഹരമായിട്ട് ഒതുങ്ങി അരക്കെട്ട്, അതുപോലെ കർണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നല്ല തറവാട്ടിലുള്ള പറഞ്ഞൊരു കുലീനയായിട്ടുള്ള സുന്ദരി പോലെ മനോഹരമായിട്ടുള്ള പുഞ്ചിരി, എല്ലാവരുടെയും ശ്രദ്ധയൊക്കെ ഒന്നിങ്ങനെ ആകർഷിക്കണ വിധം പ്രത്യേകതകൾ തോന്നിച്ചതുമില്ല. സാധാരണ സ്ത്രീ പണ്ടൊക്കെ എല്ലാവരും ഈ കുട്ടികൾക്കും ഇപ്പം പ്രസവിച്ച കുട്ടികൾക്കും മുലപ്പാൽ കൊടുക്കാം, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് മാത്രമേ പാടുള്ളൂ എന്നില്ല. അമ്മയ്ക്ക് പാലില്ലെങ്കിൽ വേറെ ആളുടെ പാൽ കൊടുക്കുക, ഒന്ന് കുട്ടിക്ക് മുല കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം എന്നാണ്. പ്രസവിച്ച ഉടനെ പ്രസവം എടുക്കാൻ വരുന്ന ആൾക്കാർ വില കൊടുക്കണമൊക്കെ നമ്മൾ കണ്ടേക്കണം. അപ്പം തന്നെ നമ്മുടെ പാല് കൊടുക്കാൻ ചിലർക്ക് ഒരു പേടിയുണ്ട്, അത് ശരിയാവുമെന്ന്. അപ്പോൾ അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ ആവാം. അങ്ങനെ ഈ ഭഗവാനെ അടുത്തേക്കാണ് പോയിട്ട് എടുത്തു. ഏതുപോലെ എത്ര ഇവിടെ കണ്ടത്? ഗോപ്യശ്രിയം ഭൃഷ്ടുമിവാഗതാം പതിം. തൻ്റെ പതിയായിട്ടുള്ള ഭഗവാനെ കാണാൻ മഹാലക്ഷ്മി വന്ന പോലെ. മഹാലക്ഷ്മിയുടെ അത്ര ലക്ഷണം ഒത്തിട്ടാണ് അവൾ കപടവേഷം കെട്ടിയത്. ഒരാൾക്ക് സംശയം തോന്നരുതല്ലോ. അപ്പോൾ ലക്ഷ്മി ഭഗവാനെ കാണാൻ വന്ന പോലെ ഉള്ള രൂപത്തെ എടുത്തിട്ട് കൃഷ്ണനെ കാണാൻ അടുത്തേക്കാണ്ട് വരികയാണ്.
ബാലം പ്രതിച്ഛന്ന നിജോരു തേജസം തദർശ തൽപേഗ്നിവിവാഹിതം ബസി. വളരെ ആ ഉള്ളിൽ തേജസ്സോടു കൂടി നാം പുറത്തേക്കത് കുട്ടിയല്ലേ കൃഷ്ണൻ, വല്ല ഈശ്വരത്വമുണ്ടോ? അങ്ങനെ വേഗം ഏതുപോലെ എന്ന് പറയണം, യഥോരകം സുത്തമബുദ്ധിരച്യുതി. നല്ലൊരു പാമ്പ്, തല വിഷമുള്ള പാമ്പിനെ ഒരു കയറാണ് എന്ന് വിചാരിച്ചിട്ട് എടുക്കണ പോലെ. എടുത്താൽ നല്ലോണം നന്നാവുമല്ലോ അല്ലേ? വിഷപ്പാമ്പ്, ഉഗ്ര വിഷമുള്ള പാമ്പിനെ ഒരു കയറല്ലേ, എടുത്ത് മടിയിൽ വയ്ക്കാം, നല്ല കാര്യത്തിന് ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് തൻ്റെ മരണത്തെ വരുത്തി കൂട്ടി എന്ന് പറയണം അല്ലേ? ഭഗവാനെ കൊണ്ടാണ് അവളുടെ കഥ കഴിയാൻ പോണം. അതറിയാതെ മരണത്തിനെ എടുത്തിട്ട് മടിയിൽ വെച്ച പോലെ, ഒരു പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ച പോലെ മടിയിൽക്കാണ്ട് വെച്ചു. കാടങ്കരഭ്യം ഭഗവാൻ പ്രപീഠ്യതൽ പ്രാണേ സമൻ ദോഷസമന്വിതോ വിവർ. ആ കൊല്ലാനുള്ള ഉദ്ദേശത്തോട് വിഷം കലർത്തിയ മുലപ്പാലാണ്ട് കൊടുക്കുകയാണ് അല്ലേ? കൃഷ്ണവിലാത്തിൽ പറയും, പാഞ്ചജന്യമിവ പൂതനാസ്തനം പാണി പല്ലവയുഗേന പീഡയൻ. ഭഗവാൻ ഈ പാഞ്ചജന്യം വിളിച്ചിട്ട് ശീലമുണ്ടല്ലോ. അപ്പം അതേപോലെ ആ ശംഖ് പിടിച്ച് ഊതണ പോലെ ആ പൂതനയുടെ മുഴ പിടിച്ച് അങ്ങോട്ട് കുട്ടിക്കാൻ തുടങ്ങി. ശംഖ് കയ്യിൽ വിളിച്ച് പിടിക്കണ പോലെ എന്നാണ്. ആ പ്രാണനോട് കൂടിയിട്ട് എത്ര കഴിഞ്ഞിട്ടും കൂടി നിർത്തണില്ല. ആ അപ്പോഴേക്കും പൂതനയ്ക്ക് വേദന തുടങ്ങി അല്ലേ? ചോര വലിച്ചെടുത്തു, തൻ്റെ പ്രാണൻ വലിച്ചെടുത്തു, ഇതൊക്കെ വലിച്ചെടുത്തിട്ട് നിർത്താതെ വലിച്ചു കുടിക്കുമ്പോൾ സാ മുഞ്ച മുഞ്ച, അയ്യോ കുട്ടി വിടൂ വിടൂ വിടൂ, ഇതെന്തൊരു കഷ്ടമാണത്, വിടൂ എന്നൊക്കെയാണ് പറഞ്ഞ് എപ്പീറ്റ്യമാനാകില ജീവമർമ്മണി. സർവ ശരീരത്തിൻ്റെ സന്ധിയിലും വേദനിക്കാൻ തുടങ്ങി. പൂതനയ്ക്കെ കടന്ന് പടയാൻ തുടങ്ങി. വൃത്തനേത്രേ ചരണോ ഭുജോ മുഖു പ്രസിന്നഗാത്രാക്ഷിപതീരുരോധക. ഉറക്കെ കരഞ്ഞ് ആ ശബ്ദം അവിടെ അലർച്ചയായിട്ട് ഇങ്ങനെ എല്ലാ ദിക്കിലും ആ ശബ്ദം മുഴങ്ങി കേട്ടു എന്ന് പറയണം. അങ്ങനെ കയ്യും കാലും ഒക്കെ ഉണ്ട് പരത്തി വലിയ ശബ്ദത്തോട് കൂടിയിട്ട് ആ നിശാചരി അവിടെ ഇങ്ങോട്ട് മരിച്ചു വീഴുകയാണ് എന്ന് പറയുകയാണ്. എന്താ കാരണം? വിപ്രകീർണകജബാല പല്ലവ, ചുവന്ന തളിരുകളോട് കൂടിയതായിരിക്കുന്ന മാന് അല്ലെ മാവിൻ്റെ ചെടികൾ, ചെറിയ ഇപ്പം മുളച്ചതായിട്ടുള്ള മാൻ, അങ്ങനെയൊക്കെ തോന്നി. അതെന്താ കാരണം? ചെമ്പിച്ച തലമുടിയാണ്. രാക്ഷസായപ്പോൾ കറുത്ത തലമുടി ആവില്ല, ചെമ്പിച്ച തലമുടി. അങ്ങനെ കണ്ട് ഇപ്പോൾ ചെറിയ തളിരൊക്കെ മുളച്ച് വന്ന മാൻ തയ്യ് അതുപോലെയും പ്രസാര്യ ഗോട്ടേന രൂപമാർസിത, തൻ്റെ സ്വരൂപത്തെ കാണിച്ച് വജ്രാഹതോ വൃത്രൈവാപതൻ നൃപ, ആ ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റ് വൃത്രൻ പതിക്കുന്നത് പോലെ കീഴ്പ്പെട്ട് അങ്ങോട്ട് വീണു എന്ന് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, ചൂർണയാമാസ രാജേന്ദ്ര മകസാസീതദ്ഭുതം നീശാമാത്ര ഉഗ്രദംഷ്ട്രാസ്യം. വളരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ദംഷ്ട്രകൾ, പർവ്വത തുല്യമായിട്ടുള്ള നാസികകൾ, വളരെ ഗംഭീരമായിട്ടുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ രൂപത്തെ കാണിച്ചു. വറ്റിയ കിണർ പോലത്തെ കിണർ പോലത്തെ വലിയ കിണറുകൾ, ചിറ കെട്ടിയ പോലെയുള്ള കൈകൾ ഒക്കെ കണ്ട് എല്ലാവരും ഭയന്നു. എന്തൊരു സംഗതിയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ രാക്ഷസിയിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഉണ്ണി രക്ഷപ്പെട്ടത്? എന്തായാലും കുട്ടിക്ക് വല്ല കുഴപ്പവും പറ്റിയിട്ടുണ്ടാവുമോ എന്നൊക്കെയുണ്ട് വിചാരിച്ച് വേഗം എന്ത് ചെയ്തു? ആ കുട്ടിക്ക് രക്ഷാകവചങ്ങൾ ജപിക്കുകയാണ്. അവ്യാതജോങ്ക്രിമണിമാൻ തവജന്നതോരു യജ്ഞോച്യുതക്കടിതടം ജഡരം ഖയാസ്യ ഹൃത്കേശവത്വ ഉദര ഈശ ഇനത്വ കണ്ഠം വിഷ്ണുഭുജം മുഖമുരുക്രമ ഈശ്വരക്കം. ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ശ്ലോകങ്ങൾ ബാലകവചം എന്നാണ് പറയുക. ഒരു 8-9 ശ്ലോകങ്ങളെ നമ്മൾ പറയുക ബാലകവചം. ഇപ്പം ചെറിയ കുട്ടികൾ വല്ലാതെ കരയുക, എന്താണ് കാരണം എന്നറിയാത്ത അങ്ങനെ കരയാതെ തുടങ്ങിയാൽ ഇതാണ് ചെല്ലിയാൽ മതി ഇത്ര കുട്ടിയെ കേൾക്കച്ചൽ. എന്നാൽ ചിലപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കുട്ടി നിർത്തുന്നൊക്കെയാണ് പണ്ട് ബലം പറയാം. അവ്യാതജോങ്ക്രി മണിമാൻ തവജ അന്വധോരു, മണിമാൻ എന്ന് പറയുന്ന ആ ഭഗവാന്റെ രീതിയിലുള്ള രൂപം ഈ കുട്ടിയുടെ കാല് രക്ഷിക്കട്ടെ. അങ്ക്രി എന്ന് പറഞ്ഞാൽ കാലാണ്. ജാന്വധോരു യജ്ഞോച്യുത, യജ്ഞസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഈ കുട്ടിയുടെ തുടകൾ രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ഈ അച്യുതൻ ഈ കുട്ടിയുടെ അരക്കെട്ട് രക്ഷിക്കട്ടെ. വയറിനെ ഹയഗ്രീവ സ്വരൂപത്തിലുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. ഹൃത്കേശവത്തത് ഉദര ഈശ ഇനത്വ കണ്ഠം, ഹൃദയത്തെ കേശവൻ രക്ഷിക്കട്ടെ, ഉദരത്തെ ഈശൻ രക്ഷിക്കട്ടെ. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതിനാണ് ഈശൻ. കഴുത്തിനെ സൂര്യഭഗവാൻ രക്ഷിക്കട്ടെ. കൈകളെ വിഷ്ണു ഭഗവാൻ രക്ഷിക്കട്ടെ.
മുഖത്തെ ഉരുക്രമൻ എന്ന് പറയുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. അതുപോലെ ഈശ്വരൻ ഈ കുട്ടിയുടെ മധ്യഭാഗങ്ങളെയും രക്ഷിക്കട്ടെ. ചക്രകൃതസഹഗതോകരിരത്തുവച്ചാൽ മുമ്പിൽ ചക്രധരനായിട്ടുള്ള സുദർശനധാരിയായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ വലത്ത് ഭാഗത്ത് ഗതയോട് കൂടിയിട്ടുള്ള ഭഗവാൻ ഹരി രക്ഷിക്കട്ടെ. ഇടത് ഭാഗത്ത് വില്ല് കയ്യിൽ പിടിച്ചിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. പാർശ്വത്തിലോ വാള് കയ്യിൽ പിടിച്ചിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. കോണുകളിൽ, കോണെന്ന് പറഞ്ഞാൽ പ്രധാന ദിക്കല്ലാണ്ട് ഇടയിലുള്ളത് ഇല്ലേ, വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് പ്രകാരം നിൽക്കുന്ന ശംഖൻ ധാരിയായിട്ടുള്ള ശാഞ്ചജന്യധാരിയായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. അതുപോലെ മുകളിലൊക്കെ ഗരുഡൻ രക്ഷിക്കട്ടെ. താഴത്തൊക്കെ ഹലധര പുരുഷർത്തമന്താ ചുറ്റും ബലരാമൻ രക്ഷിക്കട്ടെ. ഗരുഡൻ താഴത്തും മുകളിൽ സംഘർഷണൻ രക്ഷിക്കട്ടെ. ഇന്ദ്രിയങ്ങളെ ശ്രീകേശൻ രക്ഷിക്കട്ടെ. പ്രാണങ്ങളെ നാരായണൻ രക്ഷിക്കട്ടെ. ചിത്തത്തെ വാസുദേവൻ രക്ഷിക്കട്ടെ. അതായത് അനിരുദ്ധൻ വാസുദേവൻ്റെ ഒക്കെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഓരോ ദേവതകളുണ്ട്. മനസ്സിൻ്റെ ദേവത അനിരുദ്ധനും ചിത്തത്തിൻ്റെ വാസുദേവനുമാണ്, അഹങ്കാരത്തിൻ്റെ സംഘർഷണനുമാണ് എന്നാണ് പറയുക. അപ്പം ഇങ്ങനെയുള്ള ദേവതകൾ ഈ കുട്ടിയുടെ മനസ്സ് ബുദ്ധി മുതലായിട്ടുള്ളതിനെ രക്ഷിക്കട്ടെ. പുഷ്ടികർമ്മനായിട്ടുള്ള ഭഗവാൻ ബുദ്ധിയെ രക്ഷിക്കട്ടെ. ഇനിയോ ക്രീഡന്തം പാതു ഗോവിന്ദ, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ രക്ഷിക്കട്ടെ. കിടക്കുമ്പോൾ മാധവൻ രക്ഷിക്കട്ടെ. എണീക്കുമ്പോൾ കേശവൻ രക്ഷിക്കട്ടെ. പണ്ടപ്പോൾ ഈ കുട്ടികളെ എണീപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലേ, കേശവായ നമ എന്ന് പറഞ്ഞിട്ട് എണീപ്പിക്കണം എന്നാണ്. മാധവായ നമ എന്ന് പറഞ്ഞിട്ട് കിടത്തുക. ഉറക്കം ശരിയാവാനും കുട്ടികൾ ദുസ്വപ്നം കണ്ട് കരയാണ്ടിരിക്കാനൊക്കെയാണ് ഈ മാധവായ നമ. കവചത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ കേശവായ നമ എന്ന് പറഞ്ഞ് എണീപ്പിക്കണം. മാധവായ നമ എന്ന് പറഞ്ഞ് കിടത്തുക. ഇത് ചെറിയൊരു ഭാഗം അതിലേക്ക് എടുത്തിട്ട് ചെല്ലുകയാണ്. പ്രചന്തമവ്യാത് വൈകുണ്ഠ ആസീനം ത്വാം ശിയപ്പതി. സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വൈകുണ്ഠൻ രക്ഷിക്കട്ടെ. ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മീപതി രക്ഷിക്കട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ യജ്ഞബുക്കായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. സർവഗ്രഹഭയങ്ങളിൽ നിന്നും ഈ കുട്ടിയെ രക്ഷിക്കട്ടെ. അതുപോലെ ഡാഗിന്യോയാതുധാന്യച്ച കൂഷ്മാണ്ഡോയർഭഗ്രഹ ഭൂതപ്രേത പിശാചോ വിനായക. ഭൂതങ്ങളെ പ്രേതങ്ങളെ പിശാചുകളെ എട്ടരട്ടത്തുകളെ കൂഷ്മാണ്ഡങ്ങളെ മുതലായിട്ടത് ഒക്കെയും കോടരാരേവതി ജ്യേഷ്ഠ പൂതന മാതൃകാദയ ഉന്മാദേകപത്മാരാദേക പ്രാണേന്ദ്രിയത്രുക. എല്ലാ കാര്യങ്ങളും വിഷ്ണോർനാമഗ്രഹണഭീരവ. സർവേശ്വരനായിരിക്കുന്ന വിഷ്ണു രക്ഷിക്കട്ടെ. കിടക്കുമ്പോഴായി, നടക്കുമ്പോഴായി, ഭക്ഷണം കഴിക്കുമ്പോഴായി, ഇരിക്കുമ്പോഴായി, അതുപോലെ തന്നെ പിശാചുക്കളിൽ നിന്നൊക്കെ രക്ഷിക്കലെ. ഇടത്ത് വലത്ത് മുകളിൽ എല്ലാ രീതിയിലും ആ ഭഗവാൻ വിഷ്ണു ഈ കുട്ടിയെ രക്ഷിക്കട്ടെ എന്ന് കവചം കയ്യിലൊക്കെ ചിലതൊക്കെ കെട്ടുക, അല്ലെ ഇതൊക്കെ ചെയ്യുക. കുട്ടിക്ക് ദോഷം ബാധിക്കാതിരിക്കാൻ ഗോമൂത്രേണ സ്നാപയിത്വ, ഗോമൂത്രം കൊണ്ട് കുട്ടിയുടെ മേൽ തലോടുക, പശുവിൻ്റെ പാലുകൊണ്ട് ഒഴിയുക. ഇതൊക്കെ പണ്ട് ഈ ബാധോപദ്രവങ്ങളെ ഏൽക്കാതിരിക്കാൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പണ്ടേ അതൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എന്താണ്, ഇതൊക്കെ ശരിക്കും ഉള്ളതാണ് അല്ലേ. ദോഷങ്ങൾ ബാധിക്കുക, എന്തെങ്കിലുമൊക്കെ സംഗതി ഉണ്ടാവുക എന്നുള്ള സംഗതി ഉണ്ട് എന്നും അതിന് പ്രതിവിധി ചെയ്യുന്നതിലൊക്കെ അർത്ഥമുള്ളതാണെന്നും നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഇതൊക്കെ ഇല്ലാത്തതല്ല അർത്ഥം. ചരട് കെട്ടുക, ചില മന്ത്രങ്ങൾ ചെല്ലുക, കുട്ടിക്കൊന്നും ബാധിക്കാതിരിക്കുക നോക്കുക. വേഗം കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തു. ഏറ്റവും നല്ല മാർഗ്ഗം അത്രേ. ഭയവും ആശങ്കയൊക്കെ ഇല്ലാണ്ടേക്കാൻ കുറച്ച് മുലപ്പാൽ കൊടുത്താൽ ഈ അമ്മയും കുട്ടിയായിട്ടുള്ള ആ ബന്ധം വളരെ വലിയൊരു ഗുണം ചെയ്യും കുട്ടിക്ക് എന്ന് പറയുകയാണ്. മനസ്സിൻ്റെ പരിഭ്രമോ പേടിയോ ഒക്കെയാണ് പോകാൻ വേണ്ടിയിട്ടേ. ഇനി അടുത്ത ഘട്ടം എന്താണ്, ഈ ശരീരത്തെ സംസ്കരിക്കണം. അത് വലിയൊരു കാര്യമാണ്. എടുത്താൽ പൊങ്ങും. ഒരാൾക്കൊക്കെ കഷ്ണമായിട്ട് മുറിക്കേണ്ടി വന്നു എന്ന് പറയും. അത്ര വലിയ ദേഹമാണ് ശരീരം. എന്തായാലും അതിനെ എടുത്തു കൊണ്ടുപോയിട്ട് സംസ്കരിച്ചതായിട്ടുള്ള സമയത്ത് ഒരു അത്ഭുതം ഉണ്ടായി എന്ന് പറയുകയാണ്. കടധൂമസ്തവരപ്യം. കടധൂമം എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിലത്തെ പുക എന്നർത്ഥം. ആ ധൂമം അവഗ്രായ എല്ലാവരും ശ്വസിച്ചപ്പോൾ നല്ലൊരു സുഗന്ധം അതിൽ നിന്ന് വന്നു. എന്തുപോലെ കിൻ ചന്ദന ഗൗകുല ഒത്തവേദി. നാരായണീയത്തിലെ ചന്ദനമാണോ അഗരുവാണോ വേറൊന്നാണോ എന്ന് തോന്നുമാറ് ഉള്ള സുഗന്ധം. കാരണം ഈ ശരീരം ദഹിപ്പിച്ച ദുർഗന്ധം അധികം വന്നാൽ നരകത്തിലേക്ക് പോയി എന്നാണ് അത്ര അർത്ഥം. ചില കഴിയുമ്പോൾ അത്ര അതുണ്ടാവില്ല. അപ്പോൾ അവർ നല്ല വഴിക്ക് പോയി എന്നാണ് അർത്ഥം. ആ ഗന്ധം ഇതിൻ്റെ ഒരു സൂചനയാണ് എന്നാണ് പണ്ട് പറയുക. ഇവിടെ പൂതന ശരിക്കും പറയാച്ചാൽ ദുഷ്ടല്ലേ, പിന്നെ എങ്ങനെ സുഗന്ധം ഉണ്ടായേ? ഭഗവാൻ തൊട്ടു. ഭഗവാനോട് കൂടിയുള്ളൊരു സ്പർശം കൊണ്ട് തന്നെ അവളുടെ സർവ്വ പാപവും നീങ്ങി എന്ന് പറയണം. സ്വതവേ പൂതന ശുദ്ധ അല്ലാത്തതായിട്ടുള്ളവൾ
ഭഗവാനോടുകൂടി ചേർന്നപ്പോൾ പൂതയായി ചേർന്നു. പൂത എന്ന് പറഞ്ഞാൽ ശുദ്ധ. ആ ശുദ്ധഗതിയിൽ അവളുടെ പാപമെല്ലാം പോയി. സുഗന്ധം ആ കടധൂമത്തിൽ നിന്ന്, മശാനാകുന്ന പുകയിൽ നിന്ന് വന്നു. അവിടെ പറയും മതംഗ സംഘസ്യ ഫലന്ന ദൂരെ, എൻ്റെ ശരീരസ്പർശം കൊണ്ടുള്ളതായിട്ടുള്ള ഫലം നിങ്ങൾക്കും അധികം കഴിയാതെ കിട്ടും എന്ന് ഗോപസ്ത്രീകളോട് വിളിച്ച് പറയുന്നത് പോലെ തോന്നി ഈ സുഗന്ധം. അല്ലേ? ഭഗവാനോട് കൂടി ചേർന്നിട്ട് അവർക്കും മോക്ഷമാണ് കിട്ടുന്നത്. ശരീര അംഗസ്പർശം കൊണ്ട് അവരും പുണ്യവതികളായിട്ട് തീരണു. അത് നിങ്ങൾക്ക് അജിരേണ ഉണ്ടാവുമെന്ന് വിളിച്ചു പറയുന്നത് പോലെ ഈ സുഗന്ധം അന്തരീക്ഷത്തിൽ സദാ അവിടെ മുഴുവനായിട്ടങ്ങനെ സർവഥാ വ്യാപിച്ചു എന്നങ്ങനെ പറയണം. ഇവിടെ പറയണം പൂതനാലോകബാലഗ്നി രാക്ഷസീരുതിരാശന ശിഖാന്തയാ വിഹരേ തനന്തത്വാപസത്കതിം. ദുഷ്ടപൂതന പോലും ഭഗവാനുമായിട്ട് ക്ഷണ നേരത്തെ ചേർച്ച കൊണ്ട് നല്ല ഗതിയെ പ്രാപിച്ചു. എന്താ കാരണം? ഇവിടെ പറയണത് ഇഷ്ടാ തന്മാതരോ യഥാം, അമ്മയുടെ ഗതിയാണ് കൊടുത്തത്. കുറച്ച് മുല കുടിച്ചതുകൊണ്ട് തന്നെ ആ പൂതനയ്ക്ക് ഭഗവാന്റെ അമ്മയുടെ സ്ഥാനം കിട്ടി എന്ന് പറയാണ്. മഹാബലിയുടെ ആ കൊട്ടാരത്തിൽ ഭഗവാൻ യാമനായിട്ട് യാചിക്കാൻ ചെന്നപ്പോൾ മഹാബലിയുടെ പുത്രി ഈ കുട്ടിക്കൊന്ന് മുല കൊടുത്തിട്ടാണ് മരിച്ചാലും വേണ്ടില്ല, അതിന് തരാവോ? ഭഗവാന്റെ ആ തേജസ് ഇങ്ങനെ കണ്ടിട്ടേ മുല കൊടുത്തിട്ട് മരിക്കുക വേണ്ടച്ചാൽ നീ പൂതനയായിട്ട് വാ, മുല കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, എന്നിട്ടാണ് മരിച്ചാൽ മതി എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ആണ് ഈ ഭഗവാന്റെ മുമ്പിലൊക്കെ വാക്ക് പ്രയോഗിക്കുമ്പോൾ. അതുകൊണ്ടാണ് അത്രേ മഹാബലിയുടെ മകളാണ് കഴിഞ്ഞ ജന്മത്തിൽ ആയിരുന്ന ആളാണ് ഈ ജന്മത്തിൽ പൂതനയായിട്ട് വന്നത്. കിം പുനഃശ്രദ്ധയാ ഭക്തിയാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമം കിന്നു രക്താസ്തൻ മാതരോ യഥാ. കൊല്ലാൻ വന്നതായിട്ടുള്ള ദുഷ്ടപൂതനയ്ക്ക് മോക്ഷം അമ്മയ്ക്ക് കൊടുക്കേണ്ട ഗതി കൊടുത്തതായിട്ടുള്ള ഭഗവാന് നല്ല തുളസിപ്പൂ കൊണ്ട് അർച്ചിക്ക് ഈശ്വരപൂജ ചെയ്താൽ പിന്നെ അവർക്ക് ഭഗവാൻ എന്താണ് കൊടുക്കുക എന്ന് ചോദിക്കണം. പൂതനയ്ക്ക് ഇത്രയും കൊടുത്തു എങ്കിൽ മോക്ഷം കൊടുക്കുന്ന ഭഗവാൻ ഭക്തന്മാരെ എന്തൊക്കെ കൊടുക്കണം. എന്നിട്ടും അത് തോന്നണില്ല. അതല്ലേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ഭഗവാൻ ദേവകീപുത്ര കൈവല്യാബ്ദഖിലപ്രദ, മോക്ഷടക്കം ഉള്ളതായിട്ടുള്ള എല്ലാം നൽകാൻ കഴിവുള്ളതായിരിക്കുന്ന ഭഗവാൻ ആ പൂതനയ്ക്ക് രക്താത്തൻ മാതരോ ഗഥ, അമ്മയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഗതി കൊടുത്തു എന്ന് പറയണം. അപ്പോൾ ശുദ്ധിയില്ലാത്ത ജീവന്മാർ സത്സംഗം കൊണ്ടും ഈശ്വരഭാവം കൊണ്ടും മാത്രമേ ശുദ്ധി നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. വേഗം കുട്ടിയുടെ ആ മൂർധാവിലൊക്കെ ഇങ്ങനെ മുകർന്നു ഉമ്മ വെച്ചു, ഒന്നും പറ്റിയില്ല എന്നുള്ള സന്തോഷം. ഏതത് പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭഗമദ്ഭുതം ശുണയാച്ചതയാമർത്യോ കോവിന്ദേ ലഭതേരതിം. ഈ പൂതനാമോക്ഷം ഏതൊരാൾ ഭക്തിശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണോ അവർക്കൊക്കെ ഭഗവാനിൽ ഭക്തി ഉണ്ടാവും. എല്ലാ ഫലശ്രുതിയും അങ്ങനെ പറയണം കേട്ടോ. രത്നം കിട്ടും, ധനം കിട്ടും, സ്വർണം കിട്ടും, വീട് കിട്ടും, ലോട്ടറി കിട്ടും, നിധി കിട്ടും എന്നൊന്നും ഭാഗവതം പറയില്ല. ഇല്ലേ? കുചേലവൃത്തം കേട്ടാൽ കാശ് കിട്ടുമെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. കർമ്മബന്ധാത് പ്രമുച്യതേ. പിന്നെ നമ്മളങ്ങനെ ആക്കി ദാരിദ്ര്യം തീരുന്നു. ആയിക്കോട്ടെ, മഹാന്മാർ പറയുന്നതിനെയും ഭഗവാൻ സത്യമാക്കും. പക്ഷേ സത്യത്തിൽ ഭാഗവതം പറഞ്ഞിട്ടില്ല ധനം ഉണ്ടാവുന്നൊന്നും. പക്ഷേ നിങ്ങൾക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് മനസ്സ് വേറിടുന്ന പറഞ്ഞിരിക്കണം. ഇവിടെയും ഭക്തി ഉണ്ടാവുന്ന പറഞ്ഞിരിക്കണം. ശുണിയാച്ചതയാ മർത്യോ ഗോവിന്ദേ ലഭതേരതി. ആ ഭക്തി ഉണ്ടായാൽ പിന്നെ ബാക്കി ഉണ്ടാവുമെന്ന് വേറെ പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ആ ഭക്തി കൊണ്ട് ഭഗവാൻ ഭക്തന് നിറച്ച് കൊടുക്കും. അപ്പോൾ ഭക്തിക്കാണ് നമ്മൾ പ്രാധാന്യം എപ്പോഴും കൊടുക്കേണ്ടത്. അത് പോയിട്ട് പൂതനാമോക്ഷവും അവസാനിക്കുകയാണ്. തൃണാവർത്തൻ്റെ വരവാണ് ഇനി അടുത്തത്. മറ്റൊരു ഭാഗത്തിൽ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.